ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഹമീദ് ഫൈസി. നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻസിൻ്റെ മാതൃകാ ചോദ്യപേപ്പറും ഉത്തരങ്ങളുമാണ്. മാതൃകാ ചോദ്യപേപ്പറിൽ 8 പ്രവർത്തനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 6 ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് പ്രവർത്തനം 1 എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, അതിൽ തന്നെ 2 ചോദ്യങ്ങളുണ്ട്. എ, ബി എന്ന് 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം: നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരല്ലേ? യാത്രയ്ക്ക് മുമ്പ് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്താറുള്ളത്? രണ്ടാമത്തെ ചോദ്യം: എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പോൾ ആലോചിക്കുന്നത്? ഇതാണ് പ്രവർത്തനം 1. പ്രവർത്തനം 1ൻ്റെ ഉത്തരം: ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരല്ലേ? യാത്രയ്ക്ക് മുമ്പ് എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്താറുള്ളത്? അതിൻ്റെ ഉത്തരം: എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നടത്തുന്നു. രണ്ടാമത്തെ ചോദ്യം: എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പോൾ ആലോചിക്കുന്നത്? അതിൻ്റെ ഉത്തരം: മറ്റുള്ളവർ മാറ്റി നിർത്തുമോ? എല്ലായിടത്തും പോകാനാകുമോ? സൗകര്യങ്ങൾ ഉണ്ടാകുമോ? എന്നതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് പ്രവർത്തനം 2. പ്രവർത്തനം 2ലും 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം: ആദിമ മനുഷ്യൻ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്? രണ്ടാമത്തെ ചോദ്യം: മനുഷ്യർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതെല്ലാം? അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. പ്രവർത്തനം 2ൻ്റെ ഉത്തരം: പ്രവർത്തനം 2ൻ്റെ ആദ്യത്തെ ചോദ്യം: ആദിമ മനുഷ്യൻ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്? അതിൻ്റെ ഉത്തരം: വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു പൊങ്ങുന്നത് ശ്രദ്ധിച്ച ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. മനസ്സിലായോ? വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു പൊങ്ങുന്നത് ശ്രദ്ധിച്ച ആദിമ മനുഷ്യൻ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. രണ്ടാമത്തെ ചോദ്യം: മനുഷ്യർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്ന വിളകൾ ഏതെല്ലാം? അതിൻ്റെ ഉത്തരം: പാറപ്പുറത്തിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്. വിളകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇവയാണ് വിളകൾ. അടുത്തത് പ്രവർത്തനം 3 പ്രവർത്തനം 3: നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. എന്നിട്ട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വരുമാനം? രണ്ടാമത്തെ ചോദ്യം: ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത്? അപ്പോൾ നമുക്ക് പ്രവർത്തനം 3ൻ്റെ ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം ചോദിച്ചത് എന്താണ് വരുമാനം എന്നാണ്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത്? അതിൻ്റെ ഉത്തരം: അധ്യാപനം എന്ന പ്രവർത്തനത്തിന് പ്രതിഫലമായി പണം ലഭിക്കുന്നു. അടുത്തത് പ്രവർത്തനം 4: നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. എന്നിട്ട് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്? രണ്ടാമത്തെ ചോദ്യം: വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. അപ്പോൾ നമുക്ക് പ്രവർത്തനം 4ൻ്റെ ഉത്തരം നോക്കാം. ആദ്യത്തെ ചോദ്യം: ഏതെല്ലാം വസ്തുക്കളാണ് ആദിമ മനുഷ്യൻ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്? അതിൻ്റെ ഉത്തരം: മരവുരി, മരത്തിൻ്റെ ഇല, മൃഗങ്ങളുടെ തോല്. രണ്ടാമത്തെ ചോദ്യം: വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. അതിൻ്റെ ഉപയോഗങ്ങൾ: തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു, പ്രാണികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അടുത്തത് പ്രവർത്തനം 5. പ്രവർത്തനം 5 ചോദിച്ചിരിക്കുന്നത്: എനിക്ക് കഴിക്കാനുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് തന്നുവിട്ടിട്ടുണ്ട്. ഞാൻ അത് കഴിച്ചോളാം.
വിക്കിയുടെ ഈ സംഭാഷണത്തിൽ നിന്ന് നഗരജീവിതത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് കാണാനാവുക? ചോദ്യം ഒന്നുകൂടെ പറയാം. എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നുവിട്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം. വിക്കിയുടെ ഈ സംഭാഷണത്തിൽ നിന്ന് നഗരജീവിതത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്ക് കാണാനാവുക? അപ്പോൾ നമുക്ക് പ്രവർത്തനം 5ൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. നഗരവാസികൾ പൊതുവെ മറ്റുള്ളവരുമായി ഇടപഴകാറില്ല. അയൽപ്പക്ക ബന്ധങ്ങൾക്ക് ഇവർ പ്രാധാന്യം കൊടുക്കാറില്ല. വളരെ തിരക്കേറിയ ജീവിതം നയിക്കുന്നവരും സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് പ്രവർത്തനം 6. പ്രവർത്തനം 6ലും 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ആദ്യകാല കാർഷികോപകരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഈ ഉപകരണങ്ങൾ സഹായകമായത് എങ്ങനെ? രണ്ടാമത്തെ ചോദ്യം, ആദിമ മനുഷ്യൻ മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക? പ്രവർത്തനം 6ൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ആദ്യകാല കാർഷികോപകരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഈ ഉപകരണങ്ങൾ സഹായകമായത് എങ്ങനെ? അതിൻ്റെ ഉത്തരം, ആദ്യകാല കാർഷികോപകരണങ്ങളാണ് കമ്പ്, കല്ല്, കൊമ്പ്, എല്ല്. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപയോഗങ്ങൾ സഹായകമായി. രണ്ടാമത്തെ ചോദ്യം, ആദിമ മനുഷ്യൻ മിച്ചം വന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെയായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ ഉത്തരം, മൺപാത്രങ്ങൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ. അടുത്തത് പ്രവർത്തനം 7. പ്രവർത്തനം 7ലും 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ ഒരു സവിശേഷത എഴുതുക. രണ്ടാമത്തേത്, സ്വയം തൊഴിൽ പദ്ധതികൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. പ്രവർത്തനം 7ൻ്റെ ഉത്തരം. ചോദ്യം ഇങ്ങനെയായിരുന്നു, സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ ഒരു സവിശേഷത എഴുതുക. അതിൻ്റെ ഉത്തരം, മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു. അതാണ് അതിൻ്റെ സവിശേഷത. രണ്ടാമത്തെ ചോദ്യം, സ്വയം തൊഴിൽ പദ്ധതികൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക എന്നാണ്. അതിൻ്റെ ഉത്തരം, ബാഗ് നിർമ്മാണം, തുണി നെയ്ത്ത്. അടുത്തത് പ്രവർത്തനം 8. പ്രവർത്തനം 8, താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യങ്ങൾ ഇതാണ്. സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം, ദേശാഭിമാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നത്, സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന്, ഖാദി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന്, ഓഗസ്റ്റ് 7ൻ്റെ പ്രത്യേകത എന്ത്? ഇവയാണ് ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഉത്തരം നോക്കാം. പ്രവർത്തനം 8ൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം എന്ത്? ഉത്തരം, ചർക്കയാണ്. സ്വദേശാഭിമാനി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകം ചർക്കയാണ്. രണ്ടാമത്തെ ചോദ്യം, ദേശാഭിമാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നത്. അതിൻ്റെ ഉത്തരം, ഖാദി വസ്ത്രമാണ്. ദേശാഭിമാനത്തിൻ്റെ അടയാളമായി കണക്കാക്കുന്നത് ഖാദി വസ്ത്രമാണ്. അടുത്ത ചോദ്യം, സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7. അടുത്ത ചോദ്യം, ഖാദി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന്. ഖാദി പ്രസ്ഥാനം ആരംഭിച്ചതെന്ന്. അതിൻ്റെ ഉത്തരം 1918. 1918. അടുത്ത ചോദ്യം, ഓഗസ്റ്റ് 7ൻ്റെ പ്രത്യേകത എന്ത്? ഓഗസ്റ്റ് 7ൻ്റെ പ്രത്യേകതയാണ് ദേശീയ കൈത്തറി ദിനം. ദേശീയ കൈത്തറി ദിനമാണ് ഓഗസ്റ്റ് 7. ഇത്രയുമാണ് ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു പാഠഭാഗത്ത് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.